guys, welcome to my channel. നമ്മൾ ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗ് ആയിരുന്നു വാങ്ങിയത്. ഇതാണ് എൻ്റെ ബാഗ്. 5 അളവുണ്ട്. ഫസ്റ്റത്തെ അളവ് നോർമലാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഇട്ടെടുക്കാൻ പറ്റും. പിന്നുള്ളത് ഇതാണ്. ഇവിടെ നമുക്ക് ഫയല്, പിന്നെ A4 ഷീറ്റ്, കളർ പേപ്പറൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ആണുള്ളത്. ഇവിടെ നമുക്ക് ലഞ്ച് ബോക്സ്, പ്ലേറ്റ് ഒക്കെ വെക്കാം. പിന്നെ ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഷോർട്ട് നോട്ട്, പിന്നെ സ്റ്റിക്കി നോട്ട്, പിന്നെ പെന്ന്, സ്കെച്ച് എല്ലാം വെക്കാം. പിന്നെ ലാസ്റ്റ് 8 ഇതാണുള്ളത്. ഇവിടെ ആണ് ഗിഫ്റ്റ് ആയത്. ഇവിടെ നല്ല ഇതിപ്പോൾ ഉണ്ടാവുന്ന ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബോക്സ്, പൗച്ച്, പെന്ന്, പെൻസിലെല്ലാം വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ വെക്കാം. പിന്നെ ഇവിടെ കുടയും വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബോട്ടിലായിരുന്നു. ഇതാണ് നമ്മളെ ബോട്ടിൽ. ഇതിവിടെ ബട്ടൺ അമർത്തിയാൽ തുറക്കാം. പിന്നെ അത് പൂട്ടുകയും ചെയ്യും. ഇതുപോലത്തെ ഒരു ബോട്ടിൽ എൻ്റെ അരിയിലും ഉണ്ട്. വേറെ കളറാണ്. രണ്ടും വേറെ അറിയാൻ വേണ്ടിയിട്ട് വേറെ കളറാക്കിയത്. പിന്നെ നമ്മൾ വാങ്ങിയത് ഇതാണ്. ഇത് കണ്ടാൽ ഒരു ബോക്സ് പോലെക്കും, പക്ഷേ ഇത് പൗച്ചാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിക്കണേ പൗച്ചാണ്. പിന്നെ അതാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഞാനിത്ര പെന്നെ എടുക്കുന്നില്ല, അതിനെക്കൊണ്ട് എനിക്ക് ഇഷ്ടമൊക്കെ വേണ്ടിയിട്ടോ. പിന്നെ ഇവിടെ നമുക്ക് പെന്ന് വെക്കാം, പെൻസിൽ വെക്കാം, പിന്നെ സ്കെയിൽ, എറേസർ, കട്ടർ ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പൗച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വാങ്ങിയത് ലഞ്ച് ബോക്സ് ആയിരുന്നു. ഇതാണ് നമ്മളെ ലഞ്ച് ബോക്സ്. ഇത് ഇങ്ങനെ തുറന്നാൽ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം കൂടി ഉണ്ട്. ഈ ഒരു പാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ പാത്രമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഫോക്കും സ്പൂണും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നോട്ട് ബുക്സ് ആയിരുന്നു വാങ്ങിയത്. ഇതാണ് നമ്മളെ നോട്ട് ബുക്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ നോട്ട് ബുക്സാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ 2 കോളേജ് നോട്ടും വാങ്ങിയിരുന്നു. പിന്നെ ഇതാ ഇത്രയും നോട്ട് ബുക്സ് നമ്മൾ വാങ്ങിയിരുന്നു. പിന്നെ ഗൈസ്, നമ്മൾ ആൽഫബറ്റ്സ് ആയിരുന്നു വാങ്ങിയത്. ഗോൾഡൻ്റെ ആൽഫബറ്റ്സ്. ഇത് ജാലിനൊക്കെ പറ്റും കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് എൻ്റെ ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഗോൾഡൻ്റെ ആൽഫബറ്റാണ്. ക്യാപിറ്റൽ ലെറ്ററിലും ഉണ്ട്, സ്മോൾ ലെറ്ററിലും ഉണ്ട് കേട്ടോ ഈ ആൽഫബറ്റ്. ഇത് സ്റ്റിക്കറാണ്. അതാണ് എൻ്റെ ആൽഫബറ്റ് വന്നത്. ഗൈസ്, പിന്നെ നമ്മൾ പെന്നതിന് വാങ്ങിയത്. ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ട് പെൻസ് വാങ്ങിയിരുന്നു. ഇത് ഒരു പെന്നാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു പെന്നാണ് ഇത്. പിന്നെ നമുക്കിതിങ്ങനെ ഊരിയിട്ട് കുടിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഊരിയിട്ട് കുടിക്കുകയും ചെയ്യാം. ഇങ്ങനത്തെ ഒരു പെന്ന് വാങ്ങി. പിന്നെ ഇതായത് നോർമൽ പെന്നാണ്. ഇതിങ്ങനെ ഓരോ കളേഴ്സ് ഉള്ളൊരു പെന്നാണ്. പിന്നെ നോർമൽ പെന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതുപോലത്തെ വേറൊരു പിങ്ക് കളർ കൂടി വാങ്ങി കേട്ടോ. പിന്നെ നമ്മൾ 2 പെൻസിൽ വാങ്ങിയത്. ഇതുപോലത്തെ 2 പെൻസിലാണ് നമ്മൾ വാങ്ങിയത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ CD മാർക്കർ വാങ്ങിയിരുന്നു. പിന്നെ ഒരു ഗോൾഡൻ്റെ പെന്നും പിന്നെ നോർമൽ പെന്നുമാണ് വാങ്ങിയത്. ഇത് ബ്ലാക്ക് ഇങ്കാണ്. പിന്നെ നമ്മൾ ഒരു പെൻസിലിൻ്റെ സെറ്റാണ് വാങ്ങിയത്. ഇതിനകത്ത് പെൻസിലിൻ്റെ സെറ്റാണുള്ളത് കേട്ടോ. പിന്നെ ഗൈസ്, നമ്മൾ വാങ്ങിയത് ലെഡ് പെൻസിലിൻ്റെ ഒരു സെറ്റാണ്. ഇതാണ് നമ്മുടെ ലെഡ് പെൻസിലിൻ്റെ സെറ്റ്. ഇതിൻ്റെ ഉള്ളിൽ 3 ലെഡ് പെൻസിലും ഉണ്ട്, പിന്നെ ലെഡും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയൊരു എറേസറും ഉള്ളൊരു സെറ്റായിട്ടത്. പിന്നെ നമ്മൾ സ്കെയിലതിന് വാങ്ങിയത്. ഇതുപോലത്തെ ഒരു വലിയ സ്കെയിൽ വാങ്ങി. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സ്കെയിൽ വാങ്ങി. ഗൈസ്, ഇത് ഞാൻ കണ്ടപ്പോൾ ഇതുപോലത്തെ ചിത്രമുള്ളൊരു സ്കെയിലാണ് വിചാരിച്ചത്. പക്ഷേ തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, ഇത് ഇരുമ്പിൻ്റെ ഒരു സ്കെയിലാണ്. നമ്മൾ വേറെ നോർമൽ സ്കെയിൽ വാങ്ങിയത്. പിന്നെ നമ്മൾ കുറച്ച് പെയിൻ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിങ്ക്, പിന്നെ പർപ്പിള്, പിന്നെ വൈറ്റ് വെറൈറ്റി വാങ്ങിയതാണ്. പിന്നെ നമ്മൾ 6 കളേഴ്സുള്ള ഫാബ്രിക് പെയിൻറ്റ് വാങ്ങി.
പിന്നെ നമ്മൾ എറേസറായിരുന്നു, യൂണിക്കോണിൻ്റെ ഒരു എറേസർ വാങ്ങി, പിന്നെ നോർമൽ എറേസർ വാങ്ങി, പിന്നെ കുറച്ച് കട്ടറായിരുന്നു വാങ്ങിയത്. ഇതൊക്കെ നോർമൽ കട്ടറാണ്, പിന്നെ ഇതൊക്കെ കുറച്ചുകൂടി മോഡലായിട്ടുള്ള കട്ടറാണ് കേട്ടോ. പിന്നെ നമ്മൾ എറേസർ ഇതുപോലത്തെ ഒരു എറേസറും വാങ്ങി, പിന്നെ ഇതുപോലത്തെ പിന്നെ നമ്മൾ എറേസറായിരുന്നു വാങ്ങിയത്, ഇതുപോലത്തെ ഫുഡിൻ്റെ എറേസറായിരുന്നു വാങ്ങിയത്. ഇതാണ് നമ്മളെ എറേസർ എന്ന് പറയുന്നത്. ഇതിലൊരുപാട് ഫുഡിൻ്റെ എറേസർ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് മരിക്കാൻ പറ്റുന്ന എറേസറാണ്. പിന്നെ ഇത് ജ്യൂസാണ്, ജ്യൂസിൻ്റെ ഒരു എറേസറുണ്ട്. പിന്നെ ഫ്രഞ്ചി ഫ്രൈസിൻ്റെ എറേസറാണ്, ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതാ ഇതിൻ്റെ ഒരു എറേസറാണ്, ഇതിൽ സോസേജ് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇത് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ എറേസർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഡോണറ്റിൻ്റെ ഒരു എറേസർ കൂടി വാങ്ങിയിരുന്നു. ഇതാണ് നമ്മുടെ ഡോണറ്റിൻ്റെ എറേസർ നമ്മൾ വാങ്ങിയത്. ഇത് ഡോണറ്റിൻ്റെ ഒരു എറേസറാണ്. ഇത് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് എറേസറാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ കൊടുക്കാം. ഇതുപോലത്തെ ഒരു എറേസർ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡൈനോസേഴ്സിൻ്റെ എറേസറായിരുന്നു വാങ്ങിയത്. ഓരോ ടൈപ്പ് ഡൈനോസേഴ്സും ഓരോ കളറിലായിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് ഒരു എറേസറാണ്. പിന്നീട് നമ്മൾ വാങ്ങിയത് പേപ്പർ സോപ്സ് ആയിരുന്നു. പിങ്ക്, പർപ്പിൾ, ബ്ലൂ ഇതിൽ നമ്മൾ കുറച്ച് പേപ്പർ സോപ്പ് വാങ്ങിയതിനും ഓരോ പിന്നീടായിട്ട് വരുന്നതാണ്. പിന്നെ ഗൈസ് നമ്മൾ പശയാണ് വാങ്ങിയത്. ഇത് ഫെവിസ്റ്റിക്കിൻ്റെ പശ കേട്ടോ. ഇതാ ഇങ്ങനെ നമുക്ക് വരച്ച് ജേർണലിങ്ങിനൊക്കെ പറ്റുന്ന ഒരു പശയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഗൈസ്. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള യെല്ലോ പശയാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഫെവിക്കോളിൻ്റെ ഒരു പശയും കൂടി വാങ്ങിയത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഫെവിസ്റ്റിക്കിൻ്റെ പശയാണ് വാങ്ങിയത്. അപ്പോൾ ഇത്രയും പശയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഹൈലൈറ്റേഴ്സ് ആയിരുന്നു വാങ്ങിയത്. ഒരു ഡാർക്ക് പിങ്ക് ഹൈലൈറ്ററും വാങ്ങി, പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഹൈലൈറ്ററും വാങ്ങി കേട്ടോ. അതുപോലത്തെ 2 ഹൈലൈറ്ററാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗൈസ്. പിന്നെ അതിൻ്റെ അനിയൻ്റെ ഹെൽമെറ്റിൻ്റെ ഒരു കട്ടറാട്ടോ, ഒരു ഹെൽമെറ്റിൻ്റെ ഒരു ഷാർപ്പനറാണ്. പിന്നെ നമ്മൾ കുറച്ച് ടേപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, മസ്കിങ് ടേപ്പും പിന്നെ ട്രാൻസ്പെറൻറ്റ് ടേപ്പും പിന്നെ ഇതുപോലത്തെ ഒരു ടേപ്പും വാങ്ങി. പിന്നെ 2 വാഷി ടേപ്പ് ഗിഫ്റ്റ് ഒക്കെ ഒട്ടിക്കാൻ പറ്റിയ 2 വാഷി ടേപ്പ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡബിൾ സൈഡ് ടേപ്പാണ് വാങ്ങിയത്. പിന്നെ നോർമലായിട്ട് ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ഇതുപോലത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മളൊരു കോമ്പസ് ബോക്സ് ആയിരുന്നു വാങ്ങിയത്. ഈ ഒരു ബോക്സാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പത്രത്തിലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കോമ്പസ് ബോക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് നമ്മൾ വാങ്ങിയത് ഗ്ലിറ്റർ പേപ്പേഴ്സ് ആയിരുന്നു. പിങ്ക് ഗ്ലിറ്റർ പേപ്പറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിങ്ക് ഒരു ഗ്ലിറ്റർ പേപ്പറാണ് വാങ്ങിയത് കേട്ടോ. അത്രയും ഗ്ലിറ്റർ പേപ്പേഴ്സാണ് നമ്മൾ പിങ്ക് കളറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗൈസ്. പിന്നെ നമ്മൾ നെയിം സ്ലിപ്സിൻ്റെ ഒരു കെട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് വാങ്ങിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്ലവറിൻ്റെ നെയിം സ്ലിപ്പായിരിക്കും ഉണ്ടാവാൻ. പക്ഷേ ഇതിൽ പിന്നെ കുറച്ച് മഞ്ഞുമൽ ബോയ്സിൻ്റെ നെയിം സ്ലിപ്പും ഉണ്ടായിരുന്നു. സിനിമയിലുള്ള മഞ്ഞുമൽ ബോയ്സിൻ്റെ കുറച്ച് നെയിം സ്ലിപ്പും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ വേറെ ഒരു നെയിം സ്ലിപ്പ് കൂടി വാങ്ങിയിരുന്നു. ഇതാണ് നമ്മളെ നെയിം സ്ലിപ്പ്. ഇത് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നെയിം സ്ലിപ്പാണ്. പിന്നീട് നമ്മൾ സ്റ്റിക്കേഴ്സ് അതിന് വാങ്ങിയത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഹലോ കിറ്റിൻ്റെ സ്റ്റിക്കർ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രിൻസസിൻ്റെ സ്റ്റിക്കേഴ്സ് വാങ്ങിയിരുന്നു. പിന്നെ ഗൈസ് നമ്മളൊരു മിക്കി മൗസിൻ്റെ സ്റ്റിക്കേഴ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 സ്റ്റിക്കേഴ്സാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗൈസ് നമ്മളൊരു സ്റ്റിക്കി നോട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റിക്കി നോട്ടാണ് നമ്മൾ വാങ്ങിയത്. ഫസ്റ്റിൽ നമ്മൾ നോർമൽ സ്റ്റിക്കി നോട്ട് തന്നെ എടുത്തത്. പിന്നെ ഇതുപോലത്തെ സ്റ്റിക്കി നോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന്. അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെയും ക്ലൗഡിൻ്റെയും ആയിട്ടുള്ള സ്റ്റിക്കി നോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ജേർണലിങ്ങിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്റ്റിക്കി നോട്ടാണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ 2 പെന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പെന്ന് ഇതുപോലത്തെ പെന്നാണ് നമ്മൾ വാങ്ങിയത്, ബോൾ പെന്നാണ്. അപ്പോൾ
ഇത് ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ ഒരു പെന്നാണ് നമ്മൾ വാങ്ങിയത് ഗൈസ്. പിന്നെ നമ്മൾ 2 ബുക്ക് കവറായിരുന്നു വാങ്ങിയത്. ഇതുപോലത്തെ ഒരു മഞ്ഞ ബുക്ക് കവർ വാങ്ങിയിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു വൈറ്റ് ബുക്ക് കവർ കൂടി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കീ ചെയിൻ ആയിരുന്നു വാങ്ങിയത്. ഈ ഒരു കീ ചെയിനാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. ഇതുപോലത്തെ ഒരു കീ ചെയിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഗൈസ്. പിന്നെ നമ്മൾ ഫയലായിരുന്നു വാങ്ങിയത്. ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫയലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ മാത്രമല്ല, നമുക്ക് ബാക്കിലൂടെ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 ഫയലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗൈസ്. ഇത്രയാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.